ഹായ് ഓൾ, പ്രസന്റ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് എന്താ പറയുക ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഏറ്റവും ആദ്യം നമ്മൾ റീലായിട്ട് ചെയ്ത സമയത്ത് അതുപോലെ നമുക്ക് എൻക്വയറിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഷോപ്പിലാണെങ്കിലും നമുക്കില്ലേ ട്രൈ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, അതായത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഷോപ്പിൽ വരുന്നവർക്ക് നമുക്ക് ഡ്രസ്സിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ ബ്രാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള റീസണാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നോർമലി ഞാൻ എൻ്റെ വീഡിയോയിലും മോൾഡഡ് കപ്പാണ് എന്ന് പറയാറുണ്ട്. ഈ മോൾഡഡ് കപ്പ് എന്താണെന്നുള്ളത് ഈ മനസ്സിലാവാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ പുതിയ വ്യൂവേഴ്സായിട്ട് വരുന്നവർക്ക് എന്താണെന്ന് അറിയില്ലാത്തവരുണ്ടാകാം. മോൾഡഡ് കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റിന് ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു റൗണ്ട് എന്താ പറയുക ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് ഒരു തിൻ ഫാബ്രിക്കിനകത്ത് ഒരു മോൾഡ് ചെയ്യുവാണ്. അതൊരു കൈൻഡ് ഓഫ് അച്ചാണ് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ അതിനെ നമ്മൾ പ്രസ് ചെയ്ത് അതിനെ ആ ഒരു ഫാബ്രിക്കിനെ ആ ഒരു ഫോമിലേക്ക് ആക്കിക്കൊണ്ട് വന്ന് അങ്ങനെയാണ് അവർ ഈ ബ്രയിൽ അത് ഫ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഇതിനകത്തോട്ട് വെക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഷേപ്പിനോടൊപ്പം തന്നെ നമ്മളുടെ ബ്രസ്റ്റ് സൈസ് കുറച്ച് ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്ക് ബ്രസ്റ്റ് സൈസ് കുറച്ച് റെഡ്യൂസ് ചെയ്യുന്ന പോലെ തോന്നിക്കാം. മിനിമൈസറൊന്നും അല്ല കേട്ടോ. നമുക്ക് ഈ റൗണ്ട് സ്റ്റിച്ചൊക്കെ ഇടുന്നവർക്ക് അങ്ങനെ തോന്നിക്കത്തില്ലേ. റൗണ്ട് സ്റ്റിച്ച് കുറച്ച് പോയിന്റഡ് ആണ്, പക്ഷെ എന്നാൽ തന്നെയാണെങ്കിലും കുറച്ച് ബ്രസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന പോലെ മറ്റ് ബ്രാ ഇടുമ്പോൾ ബ്രസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ഒക്കെ തോന്നിക്കാം അല്ലേ, പോയിന്റഡ് ഒഴിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇത് പോയിന്റഡ് ഒന്നുമല്ല, നല്ല എന്താ പറയുക ഷേപ്പ് കിട്ടും, നല്ല റൗണ്ട് ഷേപ്പ് തന്ന്. അതേപോലെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ടുമാണ് ഈ ഒരു പർട്ടിക്കുലർ ഇങ്ങനത്തെ മോൾഡഡ് കപ്പുള്ള ബ്രാ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോൾഡഡ് കപ്പ് എടുക്കുമ്പം നമുക്ക് എന്താ പറയുക ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത് കൂടുതലായിട്ട് ബ്രസ്റ്റ് തോന്നിക്കുമോ അല്ലെങ്കിൽ പാഡഡുമായിട്ട് എന്നാൽ പിന്നെ വ്യത്യാസം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കണ്ടായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് മോൾഡിങ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ എത്രമാത്രം അത് മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല, അത് ഫീൽ ചെയ്യുമ്പോൾ അത് മനസ്സിലാവത്തുള്ളൂ. അതെ, ഇങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പിലുള്ള ഒരു ചെറിയൊരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു കപ്പിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏറെക്കുറെ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം എങ്ങനെയാണെന്നറിയോ, ഇത് നമുക്ക് നിപ്പിൾ ആക്റ്റീവ് ആവാത്ത രീതിയിലും കൂടെ നമ്മളെ ഇത് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നല്ല നമുക്ക് യൂസ് ചെയ്യാം കംഫർട്ടബിൾ ആയിട്ട്. നല്ല ഞാൻ പറയില്ലേ ഷേപ്പും കാര്യങ്ങളും. ഇനി ഇത് ബിക്കാർക്ക് ഫുൾ കവറേജ് ആണ്, ഇത് സിക്കാർക്കും കൂടെ പറ്റും. കറക്റ്റ് സി ആയിട്ടുള്ളവർക്ക്, കറക്റ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നറ് സി കപ്പാണ് യൂസ് ചെയ്യുന്നത്. സിയിൽ നിന്ന് കടന്ന് നിൽക്കുന്നവരുടെ കാര്യമല്ല സി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, കണ്ടോ ആ കവറേജ് അത്രയും വരുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം കവറേജ് അത്രയും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് ബിക്കാർക്ക് ബി കഴിഞ്ഞ് സിയിലേക്കും എത്തിയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കറക്റ്റായിട്ട് ഇപ്പോൾ സി നിൽക്കുന്നവരാണ്, ഇപ്പോൾ സി കടന്ന് ഡിയിലേക്കും എത്താത്ത അങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ടാകും. അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് സി തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ സി അല്ല ഡിയിലേക്കും കടന്നിട്ടില്ല അങ്ങനെ നിൽക്കണവർ ഇത് എടുക്കരുത്. കറക്റ്റ് സി കപ്പ് ആണെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം. കാരണം എന്താണെന്നറിയാമോ, ഇതിന് ഒരു ചെറിയൊരു സ്ട്രെച്ചിങ്ങും ഉണ്ട്. ഇതിനകത്ത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇവിടത്തേനൊക്കെ ഒരു ചെറിയൊരു ക്ലോത്തിന് ഒരു ചെറിയത് ഇതുപോലെ ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മേളിലോട്ട് നോക്കിയാലും കണ്ടോ ഇതുപോലെ ഒരു സ്ട്രെച്ചിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കവറേജ് കിട്ടുന്നു. അതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് സി കപ്പുകാർക്ക് ഇത് പറ്റുമെന്ന് പറയണേ. നമ്മൾ വീഡിയോ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേട്ടിട്ട് വേണം ഓർഡർ പ്ലേസ് ചെയ്യാൻ. കാരണം ഇന്നർ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ. ഇത് നമുക്ക് റിട്ടേൺ ഇല്ല, അത്രയും നമ്മൾ ടൈം എടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നു എടുക്കുന്നു ഒക്കെ. അപ്പം അതൊന്നും മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഇത് സംഭവം വെച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ബ്രസ്റ്റിന് ചെറിയൊരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ചില ടൈമിൽ വരാം അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഇത് കിട്ടും. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, കണ്ടോ ഇത്രയും സ്പേസ് കണ്ടോ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്.
ഇത് നോക്കിയേ, കണ്ടോ ഇങ്ങനെ ചെറിയൊരു എക്സ്പാൻഷൻ വരുന്നുണ്ട് സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാണെങ്കിലും നമുക്ക് ആ ഒരു എക്സ്പാൻഷൻ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ബ്രസ്റ്റ് ആണല്ലോ, അപ്പോൾ ആ ബ്രസ്റ്റ് നമുക്ക് ഒരു സൈസ് ഡിഫറൻസ് വരുന്നതനുസരിച്ച് അതിനും ചെറിയ രീതിയിലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രാപ്പ് വന്നിട്ട് നല്ല വീതിയുള്ള സ്ട്രാപ്പാണ്. ഈ ഒരു പോർഷൻ നോക്കിയിട്ട് കണ്ടോ, 3 ഹുക്കുമാണ്. പിന്നെ ഈ ഒരു മോഡലിൻ്റെ പേര് വരുന്നത് സെന എന്നാണ് കേട്ടോ. ഈ മോഡലിൻ്റെ പേര് വരുന്നത്, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 450 ആണ്. നമ്മുടെ ഷോപ്പിൽ ഇത് റെഡി ടു ഡെസ്പാച്ച്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് കിട്ടാൻ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു, അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 32 തൊട്ടിട്ട് 40 വരെയാണ് ഇത് സൈസിലുള്ള നമ്മൾ റെഡി ടു ഡെസ്പാച്ച് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ സ്റ്റോക്ക് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, കാരണം ഇത് എപ്പോഴും വരണില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് വാങ്ങിച്ചവർ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ഓർഡറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പേഴ്സണലി നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാനും ഇതിന് ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഉള്ളത്. പിന്നെ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം ഞാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നുമില്ലെങ്കിലും നോർമലി ഇറങ്ങിക്കിടക്കുന്ന പോലത്തെ രീതിയല്ല, കണ്ടോ ഇത്രയൊക്കെ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ട് പോർഷനും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. പിന്നെ എലാസ്റ്റിക് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ, ഇതേപോലെയാണ് ഇതിൻ്റെ എലാസ്റ്റിക്കും കാര്യങ്ങളും വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്, അകത്തേക്കാണത് പോകുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് നോർമൽ ഈ ഒരു ബ്രായുടെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും പറയുന്നത്. ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക. സൈസും കപ്പും മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ 2 കാര്യം കൂടെ ഒന്ന് പറയാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ ഏത് വീഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, കമൻറ്റ് കണ്ടതാണ്, റിപ്ലൈ കിട്ടുന്നില്ല. റിപ്ലൈക്ക് ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, റിപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ മെസ്സേജ് ഇട്ട് ഓൺലൈൻ നോക്കുന്ന വാട്സപ്പ് നമ്പർ ആണെന്നും കൂടെ മനസ്സിൽ വിചാരിക്കുക. നമ്മൾ ഒരാളല്ല വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ഷമയോടുകൂടി നിൽക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇന്നർവെയർ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു കസ്റ്റമേഴ്സിനെയും ഹർബറി ആക്കുന്നില്ല, അല്ലെങ്കിൽ സ്പീഡാക്കി നമ്മൾ പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുന്നില്ല. അവരുടെ ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇത് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് സമയം നല്ല രീതിയിൽ എടുത്തിട്ടാണ് നമ്മളൊരു കസ്റ്റമറുടെ കാര്യങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ ഡെഫിനറ്റായിട്ടും തരാറുണ്ട്. ഈ പുതിയ കസ്റ്റമേഴ്സ് ആയതുകൊണ്ടായിരിക്കും റിപ്ലൈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ. അപ്പം ആ ടേൺ എത്തുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്കൊരു കസ്റ്റമറാണ് പറഞ്ഞത്, ഈ ഷയ്യവേ എന്ന് പറയുന്ന വെബ്സൈറ്റിലെ പോലത്തെ ഇന്നേഴ്സ് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ വെറൈറ്റി. നമ്മളുടെ യൂട്യൂബ് ചെയ്യുമ്പം നമ്മളുടെ ഏജ് ഗ്രൂപ്പും നമ്മളുടെ കാണുന്ന ആൾക്കാരുടെയൊക്കെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് അറിയാൻ പറ്റും. യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ഒരു അൽഗോരിതം എന്നൊക്കെ പറയാം, അതിന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പല പ്രാവശ്യവും പല പ്രോഡക്റ്റുകളും നമ്മൾ സീംലെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാരണം ഷയ്യവേയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും എനിക്ക് കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ചാനലിലേക്ക് വരുന്ന വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സപ്പോർട്ടും നല്ല ഓരോ ബ്രാൻഡിൻ്റെ സാഗി ബ്രസ്റ്റിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കസ്റ്റമേഴ്സായിട്ടാണ് എനിക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ സീംലെസ് സ്പോർട്സ് ബ്രാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ഹോം വെയർ ബ്രാ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് ഒരെണ്ണം സീംലെസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേ ബി അത് റെസ്പോൺസ് കിട്ടണമെന്നില്ല. പിന്നെ ഓൾറെഡി അത് ഒത്തിരി യങ്സ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യണ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളവരുണ്ട്, ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ ഓൺലൈൻ ചെയ്യുന്നത്. സോ അവർ ആ ഒരു സെക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ട്, നമ്മളെ ഒരു സെക്ഷൻ എന്നുള്ള രീതിയിലാണ്. കാരണം ഞാനത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ എൻ്റെ വ്യൂവേഴ്സിന് അതൊരു കറക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലാണ്. അങ്ങനെ തന്നെയല്ലേന്നൊന്ന് നിങ്ങളും കൂടെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കാരണം ഒരാൾ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് കൺസിഡർ ചെയ്യില്ല എന്നുള്ളതല്ല, ഇതാണ് പ്രോബ്ലം നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഷോപ്പിൽ നമ്മൾ കീപ്പ് ചെയ്യും, കാരണം ആരാ ചോദിച്ചു വരുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഓൺലൈനിൽ നമുക്ക് വരുന്ന നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഏജും
നമ്മൾ വ്യൂവേഴ്സിൻ്റെ കാറ്റഗറി ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും സാഗി ബ്രസ്റ്റും അല്ലെങ്കിൽ ഫുൾ കവറേജ് ആയിട്ടുള്ള ബ്രായും ആ ഫുൾ കവറേജിൽ തന്നെ വെറൈറ്റി എന്താ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ബിഗ് സൈസ് അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനെ. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി അങ്ങനെ തന്നെയല്ലേ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.